ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. മാഷാ അല്ലാഹ്, ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നാസ്തയൊക്കെ ഉണ്ടാക്കും, അതിനോടും കൂടി തന്നെ കറിയൊക്കെ വെക്കും. പരിപ്പത്തിരി, അതുപോലെ തന്നെ മണിപ്പുട്ട്, ഇടിയപ്പമൊക്കെ ഉണ്ടാക്കും. ഇതിപ്പോൾ കറിയും നാസ്തയും ഒരുമിച്ചുള്ള ഒരു സംഭവമാണ് കേട്ടോ. അതിന് ഇറച്ചിപ്പിടി എന്നൊക്കെ പറയും. അപ്പോൾ ബീഫിലാണ് ഞാനിത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ബീഫ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടി ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോഴേക്കും കുറച്ച് അതായത് ഒരു രണ്ടര സവാളയോളം, ഇടത്തരം വലിയ സവാള എടുത്തോളൂ കേട്ടോ. 2.5 സവാള ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു 3 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 3-4-5 അല്ലി നമ്മുടെ വെളുത്തുള്ളി, ഇതുകൂടി ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി കുക്കറിനകത്തേക്ക് എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. അതിലേക്ക് നമുക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള നമ്മുടെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയിലെ വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞ്, അതുപോലെ തന്നെ നമ്മുടെ നന്നായിട്ടൊന്ന് വഴന്ന് തന്നെ ആ സമയത്ത് നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിനകത്തേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി കൂടി ഒന്ന് കട്ട് ചെയ്ത് ചേർത്തിട്ട് വീണ്ടും ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ പൊടിക്കൂട്ടുകളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് വഴന്ന് വരാൻ വേണ്ടി നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതേ നമ്മുടെ സവാളയും തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു 1.5 സ്പൂണോളം നമ്മുടെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുവിധം എരിവുള്ള മുളക് പൊടിയാണ്. ഇനി നമുക്കിതിനകത്തേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ നമുക്കിതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ മതിയാകും. അപ്പോൾ 2 ടേബിൾ സ്പൂൺ നമ്മൾ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിന് ഒരു 1/4 സ്പൂണോളം നമ്മുടെ ഗരം മസാല പൗഡറില്ലേ, അതുകൂടി നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും പൊടികൾ മതി. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ മാറി വരുന്നവരെ മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ഞാൻ 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഈ ബീഫിലേക്ക് മസാലയൊക്കെ പിടിച്ചു വരുന്നത് പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്യാസിനകത്ത് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്ത് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ആ ബീഫ് ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്കുള്ള പൊടി ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ എത്രയാണോ പൊടി എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് വെള്ളം വെക്കുക. പത്തിരിക്കൊക്കെ നമ്മൾ വാട്ടിയെടുക്കുന്നത് പോലെ നമുക്ക് വാട്ടിയെടുക്കാം. അപ്പോൾ ഞാനൊരു ഏകദേശം 3 കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 3.5 കപ്പ് വെള്ളം ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അളന്ന് വെക്കുക. പൊടിയുടെയൊക്കെ അളവനുസരിച്ചിട്ട് ചില പൊടികൾക്ക് കറക്റ്റ് അളവിൽ തന്നെ വെള്ളം ഒഴിച്ചാൽ മതിയാവും. ചിലതിന് കുറച്ചുകൂടി കൂടി വെള്ളം ഒഴിക്കണം. അപ്പോൾ ഞാനൊരു ഇത്തിരി കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 3-3.5 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ട് വരുന്നവരെയും കാത്തിരിക്കാം. ആ സമയം ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാൻ പറ്റും. അതിനുവേണ്ടിയാണ് നമ്മൾ 1 സ്പൂൺ ഓയിൽ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതേ നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടച്ചിടുക. അപ്പോൾ തന്നെ നമ്മുടെ ഈ വെള്ളം നല്ലതുപോലെ പെട്ടെന്ന് തന്നെ തിളച്ച് വരും. ആ സമയത്ത് നമുക്കൊരു മുറി തേങ്ങ, അതുപോലെ തന്നെ 1 സ്പൂൺ പെരിഞ്ജീരകം, ഒരു 3-4 അല്ലി ഉള്ളി, ചെറിയ ഉള്ളിയില്ലേ, അതുകൂടി ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത് അരച്ച് വരുമ്പോഴേക്കും നമ്മുടെ വെള്ളം കറക്റ്റ് പരുവത്തിലേക്ക് തിളച്ച് വരും. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ പൊടിയില്ലേ, ആ പൊടി കൂടി ഒന്ന് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് അതിന് ശേഷം വെന്ത് കഴിയുമ്പോഴേക്കും നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചാലും കീറി കൊടുക്കുക. അപ്പോൾ ഈ തിളച്ച വെള്ളം മുകളിലേക്ക് വരും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നല്ലപോലെ കുഴഞ്ഞ് കിട്ടുന്ന രീതിയിലുള്ള കറക്റ്റ് പരുവത്തിനുള്ള പൊടി നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതിനാണ് ഇതുപോലെ നമ്മളൊന്ന് ചാലു കീറി കൊടുക്കുന്നത്. ഇനി നമുക്കിതിനൊന്ന് ഒരു 5-10 മിനിറ്റ് ഒന്ന് അടച്ചിടാം. ഓക്കെ, അടച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അടച്ചിടുന്ന സമയത്ത് നമ്മൾ തീ ഒന്ന് കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അടി പിടിച്ച് പോകും. പെട്ടെന്ന് അതിനെ വെള്ളം വറ്റിയിട്ട് നമ്മുടെ പൊടിയൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്.
അപ്പോൾ ഇതേ നമ്മുടെ പൊടി കറക്റ്റ് പരുവത്തിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഇളക്കി കൂട്ടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ഇതിപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പൊടിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് ഒന്ന് കുഴച്ചെടുക്കണം, ചൂടോടുകൂടി കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പ് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരുവിധം ചൂടിൽ തന്നെ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കുഴഞ്ഞു വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാകും. അപ്പോൾ പെട്ടെന്ന് തന്നെ കുഴയാൻ നമ്മൾ ഒരുവിധം ചൂടുള്ളപ്പോൾ തന്നെ കുഴക്കുക. അപ്പോൾ ഈ ഒരു പരുവത്തിലേക്ക് കുഴഞ്ഞു വരുമ്പോഴേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങയും പെരുംജീരകവും ഉള്ളിയും കൂടിയിട്ടുള്ള ആ കൂട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ അരിപ്പത്തിരിക്ക് കുഴക്കൂലേ, അതുപോലെ നല്ലതുപോലെ കുഴച്ചെടുക്കുക കേട്ടോ. നല്ലതുപോലെ മയം വരുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. എന്നിട്ട് ഇതേപോലുള്ള ഓരോരോ റോൾസാക്കി മാറ്റുക. എന്നിട്ട് അതിനകത്തുനിന്ന് ഒരു പീസൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു ചെറിയൊരു വലുപ്പത്തിൽ, ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് ജസ്റ്റ് പരത്തിയിട്ട് അതിന് മുകളിൽ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഈ ഒരു ഷേപ്പിലേക്ക് നമുക്ക് ഈ പൊടികൾ മുഴുവനും ഉരുട്ടിയെടുക്കാം കേട്ടോ. ഉരുട്ടി ഇതേപോലെ ആക്കിയെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പം ഞാൻ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് വരാം. അപ്പോൾ അതിന് എല്ലാം റെഡി ആയതിനു ശേഷം നമുക്കൊന്ന് ആവിയേറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ പകുതിയായിട്ടുള്ള പൊടിയുടെ പകുതി ഭാഗം ഞാനിതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു ഇടിയപ്പച്ചട്ടിനകത്ത് വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആ വേകുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ളതും കൂടി ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഇത് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം. നമ്മുടെ അടുത്ത ബാച്ചും കൂടെ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ രണ്ടാമത്തെ ബാച്ച് ഒരു പാത്രത്തിനകത്താക്കിയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് വെന്ത് വരുമ്പോഴേക്കും നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഒരു ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അരമുറി തേങ്ങ ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിനകത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. കണ്ടില്ലേ, ഈ സമയം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം. എൻ്റെ കയ്യിൽ നിന്ന് തേങ്ങ അരപ്പ് ചേർക്കുന്ന വീഡിയോ സ്കിപ്പായിപ്പോയി, അപ്പോൾ സോറി. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് തേങ്ങയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ പിടിയില്ലേ, അതുകൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ അരപ്പൊക്കെ ഈ പൊടിയിലേക്ക് പിടിച്ച് നല്ലതുപോലെ ഒന്ന് സെറ്റായിട്ട് വരുന്നത് വരെ നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മൂടിയിട്ട് കുറച്ച് നേരം നമുക്കൊന്ന് വേവിക്കണം കേട്ടോ. ഓൾറെഡി വെന്ത പൊടിയാണ്, അപ്പോൾ ഒരുപാട് നേരമൊന്നും വേണ്ട. നമ്മുടെ ഈ ഗ്രേവിയൊക്കെ ഒന്ന് ഈ പൊടിയിലേക്ക് പിടിക്കുന്നത് വരെ നമ്മളൊന്ന് അടച്ചിട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുത്താൽ മതി. വേവിച്ചെടുക്കാനല്ല, ജസ്റ്റ് ഒന്ന് മൂടിയിടുക, അത്രയും മതിയാകും. അപ്പോൾ നമ്മളിത് ജസ്റ്റ് എല്ലാ ഭാഗത്തേക്കും അരപ്പൊക്കെ ആക്കിയിട്ടുണ്ട്. നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ മൂടി വെച്ച് അരപ്പും ആ തേങ്ങ അരപ്പും എല്ലാം നമ്മുടെ പൊടിയിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയില കൂടി കട്ട് ചെയ്ത് കൊടുക്കണം. മല്ലിയില അതുപോലെ തന്നെ വേപ്പില ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ജസ്റ്റ് ഇതേപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമുക്ക് ആ ഒരു മല്ലിയിലയുടെയൊക്കെ സ്മെല്ല് ഇതിനകത്തേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് അടച്ചിടുക. ഒരു 5-10 മിനിറ്റ് അടച്ചിട്ടാൽ മതി. ആ സമയം നമുക്ക് കുറച്ച് ഉള്ളി ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്ന് വാട്ടിയെടുത്തിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും മതി. അടിപൊളിയായിട്ടുള്ള നമ്മുടെ ബീഫ് പിടി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ അരിപ്പത്തിരിയൊക്കെ കഴിക്കില്ലേ ഇറച്ചിക്കറിയുടെ കൂടെ, അതിലും ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള നല്ല കിടുക്കാച്ചി വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ അതുവരെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക, സമാധാനത്തോടെ ഇരിക്കുക. അപ്പോൾ താങ്ക്